ഞങ്ങളുടെ നാട്ടിൽ പ്ലാസ്റ്റിക് ഉപയോഗം കൂടുതലാണ്. അതുകൊണ്ട് പ്ലാസ്റ്റിക് മാലിന്യവും കൂടുതലാണ്. വീടുകളിലും വഴിയോരത്തും കടകൾക്ക് മുന്നിലും സ്കൂളിലും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂടുതലാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂടുന്നതുകൊണ്ട് പ്രകൃതിക്ക് ദോഷകരമാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുറയ്ക്കുവാനോ ഇല്ലാതാക്കുവാനോ എന്ത് ചെയ്യാമെന്ന ചിന്തയിലാണ് സ്കൂളിൽ ഈ പദ്ധതി തുടങ്ങാമെന്ന് തീരുമാനിച്ചത്. വീടുകളിലും മറ്റു സ്ഥലങ്ങളിൽ നിന്നും ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൺവേർ വഴി ക്രഷറിലേക്ക് എത്തിക്കുന്നു. ക്രഷറിൽ നിന്ന് അവ പൊടിച്ച് പൗഡർ രൂപത്തിലേക്ക് എത്തിക്കുന്നു. പൗഡർ രൂപത്തിലേക്ക് എത്തിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഹീറ്ററിൽ എത്തിക്കുന്നു. ഹീറ്ററിൽ എത്തിച്ച് അവ ഉരുക്കി പൾപ്പ് രൂപത്തിലേക്ക് എത്തിക്കുന്നു. പൾപ്പ് രൂപത്തിലേക്ക് എത്തിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സ്ക്രൂ കൺവേറിലേക്ക് എത്തിക്കുന്നു. ഉരുക്കിയ പ്ലാസ്റ്റിക്കിനെ മോൾഡറിലേക്ക് എത്തിക്കുന്നത് സ്ക്രൂ കൺവെയറാണ്. മോൾഡർ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള രൂപങ്ങൾ ഉണ്ടാക്കുന്നത് മോൾഡറാണ്. ഞങ്ങളിവിടെ ഉദ്ദേശിക്കുന്നത് ഇന്റർലോക്ക് കട്ടകളാണ്. മോൾഡർ ഉണ്ടാക്കിയ കട്ടകൾ കൂളിംഗ് ടാങ്കിലേക്ക് എത്തിക്കുന്നു. അതിനുശേഷം തണുത്തുറഞ്ഞ് പുറത്തേക്ക് വരുന്നു. ആ പുറത്തേക്ക് വന്ന കട്ടകൾ ശേഖരിച്ച് വെച്ച് വിതരണം ചെയ്യുന്നു. ഇതിൽ നിന്ന് 2 കാര്യങ്ങളാണ് ഉള്ളത്. 1. പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കുന്നു. 2. സ്കൂളിന് ഒരു വരുമാനമാകുകയും ചെയ്യുന്നു.